ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെയ്യുന്നത് നമ്മളൊരു കോംബോ സെറ്റാണ്. ഒരു മാലയും ഒരു കമ്മലുമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം ഇത് കുറേ നാളുകൊണ്ട് ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നതായിരുന്നു. കുറേ നാളായി ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാനും കുറേ നാൾ ട്രൈ ചെയ്തു. അറ്റ് ലാസ്റ്റ് ഞാനത് ഫൈനലി അത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. ഞാനത് ചെയ്തെടുത്തപ്പോൾ നല്ല ലുക്കായിരുന്നു, നല്ല എലഗൻറ്റ് ലുക്കായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഈ വീഡിയോ ഫുൾ നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് കൂടുതൽ വീഡിയോയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഒരു ഐ പിന്നും ഹെഡ് പിന്നും പിന്നെ നമുക്ക് പേൾസ് ആണ് വേണ്ടത്. ഗോൾഡൻ കളർ ബീഡ്സും പിന്നെ പേസ്റ്റൽ കളർ ബീഡ്സുമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഐ പിൻ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഐ പിന്നകത്ത് നമ്മൾ ഓൾറെഡി ഒരു 3 mm ഒരു ഗോൾഡൻ കളർ ബീഡ് ഇട്ടതിന് ശേഷം ഒരു പേസ്റ്റൽ കളറിൽ ഒരു പേസ്റ്റൽ ബ്ലൂ ആണ്, ഒരു പൗഡർ ബ്ലൂ കളർ ബീഡ്സ് ആണ് ഞാൻ നെക്സ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഒരു എൻഡ് നമ്മൾ അതിനിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത്, ഒത്തിരി ട്വിസ്റ്റ് ചെയ്യേണ്ട, ഒരു റൗണ്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. കാരണം ഇതിനകത്തോട്ടാണ് നമ്മളിനി അടുത്തതിടാൻ പോകുന്നത്, അടുത്ത മുത്ത് കയറ്റുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് സെറ്റ് ഇതുപോലെ ഇപ്പം ഞാൻ ആക്കിയേക്കുന്ന പോലെ അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് ഐ പിന്നാണ്. ഇനി നമ്മൾ ഹെഡ് പിന്നാണ് എടുക്കാൻ പോകുന്നത്. ഹെഡ് പിൻ എടുത്തിട്ട് ഹെഡ് പിന്നിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഒരു ഗോൾഡൻ കളർ പേൾ വെക്കുക. പിന്നെ നമ്മൾ അതിനകത്ത് ഒരു വെറൈറ്റി വേറെ കളർ ബീഡ്സ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഓർഡറിൽ ഓർത്തിരിക്കുക. ഏത് കളർ യൂസ് ചെയ്യുന്ന ആ ഓർഡർ തന്നെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ, പേസ്റ്റിലാണ് എല്ലാം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തത് പീച്ച് കളറാണ്, പിങ്ക് കളർ യൂസ് ചെയ്ത്. നിങ്ങൾക്ക് ഏത് കളറാണേലും ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ സിംഗിളായിട്ട് ഒറ്റ കളറിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാനിപ്പം എൻ്റെ കയ്യിൽ പേസ്റ്റൽ കളർ ഇരുന്നപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു എലഗൻ ലുക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ അത് തന്നെ പേസ്റ്റൽ കളർ വെച്ച് തന്നെയാണ് ഫുൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ നമുക്കൊരു 25 ബീഡ്സ് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. ഈ ഹെഡ് പിന്നിൽ ഇതുപോലെ ഗോൾഡൻ ബീഡ്സ്, ദെൻ അടുത്ത കളർ, ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കുറേ നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് ഞാനിവിടെ. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. കുറേ ചെയ്തതിന് ശേഷം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഇനി എന്താ, ഓരോ പിന്നിൻ്റെ ഓരോ കളർ നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടില്ലേ. ഓരോ ഹെഡ് പിൻ ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നമ്മൾ ഓൾറെഡി ഐ പിൻ കണക്ട് ചെയ്ത് ഓൾറെഡി ചുറ്റി നമ്മൾ സെറ്റ് ചെയ്ത് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. ഇനി നമ്മൾ അടുത്തതിനകത്തോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തതിലോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരു ഹെഡ് പിൻ എടുക്കുക. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഹെഡ് പിൻ എടുക്കുക. നമ്മുടെ കയ്യിൽ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ അതിനകത്തോട്ട് മേളിലൂടെ അകത്തോട്ട് കയറ്റി വെക്കുക. നമുക്കിതൊരു വേണ്ട സിഗ്സാഗ് മാനറിലാണ് ഇതിനെ വേണ്ടത്. അപ്പം നമ്മൾ അത് കരുതിയിട്ട് വേണം, അത് മനസ്സിൽ വെച്ചിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബീഡ്സിനെ അറേഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിനകത്തൂടെ കയറ്റിയതിന് ശേഷം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ അതിനെ കൂടെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അടുത്ത ബീഡ്സ് എടുത്തതിന് ശേഷം അത് താഴെ വെച്ച് നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ താഴെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത ബീഡ്സ് ഇരിക്കുന്നത് നമ്മൾ അതിൻ്റെ താഴെ കൂടെ നമ്മൾ അകത്തോട്ട് കയറ്റുക. താഴത്തെ ഭാഗത്തൂടെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ താഴത്തൂടെ അതിനകത്തോട്ട് കയറ്റുക. വേറെ കളർ ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനെ താഴെ കൂടെ കയറ്റിയിട്ട് ഇതുപോലെ അതിൻ്റെ എൻഡ് പാർട്ട് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാം അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അകത്തോട്ട് കയറ്റി ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, മേളിൽ നിന്നും താഴേന്നും നമ്മൾ എല്ലാ കളറും ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കണം. ഓരോന്നോരോ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യും. അതിനെ അറേഞ്ച് ചെയ്ത് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത്തിരി പാടാണ് എടുത്ത് കഴിയുമ്പോൾ. പക്ഷെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ച ശേഷമാണ് അടുത്തത് സെറ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അത് കുരുങ്ങി പോകുന്ന ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ ഞാൻ സ്പീഡിൽ കാണിക്കുവാണ്. ഓരോന്നും ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്.
ഒരു 20-25ഓളം ബീഡ്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ. അത് മൊത്തം നമ്മളിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിഷ് കുക്ക് വെക്കണം. ഒരു ഫിഷ് കുക്കിനെ ഇതുപോലെ എൻഡ് പാർട്ടിൽ കണക്ട് ചെയ്ത് അതിന്റെ നെക്സ്റ്റ് എൻഡിൽ നമ്മൾ കുറച്ച് ചെയിൻസ്, നമ്മുടെ മാല, അതിങ്ങനെ മേടിക്കാൻ കിട്ടും നമ്മുടെ കയ്യിൽ മാല കണ്ണികളായിട്ടുള്ള മാലകൾ മേടിക്കാൻ പറ്റും. അതിനെ നമ്മൾ അതിന്റെ അടുത്ത എൻഡിൽ കണക്ട് ചെയ്തിട്ട് ഒരു മാലയാക്കാം. അപ്പം നമുക്ക് നമ്മുടെ എത്ര ലെങ്ത് വേണം, ഇത് കുട്ടികൾക്കായി യൂസ് ചെയ്യുന്നെങ്കിൽ കുട്ടികളുടെ സൈസിൽ നമ്മൾ അതിനെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് എത്ര ലെങ്ത് വേണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമ്മളുടെ സൈസിലാണ് എടുക്കുന്നതെങ്കിൽ ആ സൈസ് വെച്ചിട്ട് മെഷർ ചെയ്തതിന് ശേഷം അതിനനുസരിച്ചുള്ള ചെയിൻസ്, അതിനനുസരിച്ച് എത്ര കണ്ണികൾ വേണമെന്നോ എത്ര നീളം അഡ്ജസ്റ്റ് ചെയ്യണമെന്നോ കഴുത്തിന്റെ ഇതൊക്കെ അനുസരിച്ച് നിങ്ങളത് മെഷർ ചെയ്ത് വെച്ച് നോക്കിയിട്ട് വേണം അതിനെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ബീഡ്സ് കൂട്ടുക. ഇത് ബീഡ്സ് കൂട്ടാനും പറ്റും, നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റും. കുട്ടികൾക്കാണെങ്കിൽ കുറയ്ക്കുക, നിങ്ങൾ വലിയ ആളുകൾക്കാണെങ്കിൽ നമ്മൾ അതിനെ കൂട്ടിയെടുക്കുക. ഓക്കെ, മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മാല ഇരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ കമ്മലും സെറ്റ് ചെയ്തെടുക്കുന്നത്. കമ്മലും ഇങ്ങനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം ഞാൻ കാണിച്ച പോലെ ഒരു ഐപ്പിൻ എടുത്ത് അതിനെ നമ്മൾ ചുറ്റി ഫസ്റ്റ് അതിന്റെ എൻഡ് ഒന്ന് നമ്മൾ ബെൻഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ആ എണ്ണം കുറച്ചാൽ മതി. സെയിം പോലെ തന്നെ പോവാം. നമ്മൾ നേരത്തെ ചെയ്തിരുന്നതിനകത്ത് 20-25 ബീഡ്സ് യൂസ് ചെയ്ത മാല ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ കളർ മാത്രം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കളർ ഏതാ ഇടുന്നത്, പീച്ച് ആണെങ്കിൽ ആ കളർ, സെക്കൻഡ് കമ്മൽ, രണ്ടാമത്തെ കമ്മൽ ഇടുമ്പോഴും ആ കളർ നമ്മൾ സെറ്റ് ചെയ്യണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ ഓരോ കളർ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ കമ്മലിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെയാണ്, സെയിം പ്രൊസീജിയറാണ്. കളർ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയും നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇതിന്റെ ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ഇപ്പൊ കമ്മൽ നമുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ മാല നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കമ്മൽ നമുക്ക് ഒരേപോലെ തന്നെ കളറിൽ രണ്ട് കമ്മലും നമ്മൾ ഒരേപോലെ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബീഡ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ. ഇതാണ് മാല. നോക്കി എന്ത് രസമുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ് സെറ്റ് കമ്മൽ. അപ്പം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏത് ഡ്രസ്സിന്റെ കൂടെ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു സെറ്റാണിത്. നിങ്ങൾക്ക് എത്ര സ്റ്റൈലിഷ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.